അഴിമതിയും കള്ളപ്പണവും വെച്ചുപൊറിപ്പിക്കില്ല എന്നത് മോഡി സർക്കാരിന്റെ നയമാണ്. അതിനായി മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നതിൽ പല തെളിവുകളും നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ടാണ് മൂന്നാം തവണയും ജനപിന്തുണയോടെ മോദി അധികാരത്തിലേറിയത്. ആരും പ്രതീക്ഷിക്കാതെ ഇരുന്ന സമയത്ത് കള്ളപ്പണത്തിനെതിരെ പോരാടാനായി 2016 നവംബർ 8 രാത്രി നോട്ട് നിരോധന പ്രഖ്യാപനം നടത്തി. തുടർന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരുപാട് കാര്യങ്ങൾ മോഡി സർക്കാർ അഴിമതി തുടച്ചു നീക്കാനായി പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. സാങ്കേതിക നവീകരണം, അടിസ്ഥാന സൗകര്യ വികസനം, അന്താരാഷ്ട്ര നയതന്ത്രം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ത്യയെ ആഗോള ശക്തി കേന്ദ്രമായി നിലയുറപ്പിച്ചുകൊണ്ടുള്ള മോഡിയുടെ മൂന്നാം വട്ടം അദ്ദേഹത്തിന്റെ മുൻ ഭരണകാലയളവിൽ സ്ഥാപിച്ച അടിത്തറയിൽ തന്നെ കെട്ടിപ്പടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. മൂന്നാം വട്ടം മോദിയുടെ ആഹ്വാനങ്ങൾക്കും രാജ്യത്തെ കൂടുതൽ സമൃദ്ധിയിലേക്കും സ്ഥിരതയിലേക്കും നയിക്കാൻ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. മോഡിയുടെ അതേ പാത സ്വീകരിച്ച് അഴിമതി തടയാനുള്ള ശക്തമായ നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശിൽ സ്വത്ത് വിവരങ്ങൾ നൽകാത്ത സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മരവിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ആസ്തി സംബന്ധിച്ച വിവരം പോർട്ടലുകൾ നൽകിയില്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തെ ശമ്പളം ലഭിക്കില്ല. വിവരം നൽകാത്തവർക്ക് ശമ്പളം നൽകേണ്ടതില്ലെന്ന നിർദ്ദേശം എല്ലാ വകുപ്പ് മേധാവികൾക്കും നൽകിയിട്ടുണ്ട്. സർക്കാരിന്റെ ഈ വക 8ന്റെ പണി എത്തിയതോടെ എല്ലാ ഉദ്യോഗസ്ഥരും സ്വത്ത് വിവരങ്ങൾ നൽകാനുള്ള ഊർജിതമായ നീക്കത്തിലാണ്. ഉത്തർപ്രദേശിലെ സർക്കാർ വകുപ്പുകളിൽ നിയമിതരായ ഉദ്യോഗസ്ഥരും ജീവനക്കാരും അവരുടെ സ്വത്തുക്കളുടെ എല്ലാ വിശദാംശങ്ങളും 2023 ഡിസംബർ 31-നകം ഹ്യൂമൻ റിസോഴ്സ് പോർട്ടലിൽ സമർപ്പിക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നു. 1956 പെരുമാറ്റച്ചട്ടങ്ങളിലെ റൂൾ 24 പ്രകാരം കർശന നിർദ്ദേശമാണ് നൽകിയിരുന്നത്. ഈ തീയതി പിന്നീട് 2024 ജൂൺ 30 വരെയും അത് കഴിഞ്ഞ് ആഗസ്റ്റ് 31 വരെയും നീട്ടി നൽകുകയായിരുന്നു. എന്നിട്ടും വിവരങ്ങൾ നൽകാത്തവർക്കു നേരെയാണ് യോഗിയുടെ ശമ്പള കട്ടിംഗ് പ്രയോഗം നടത്തുന്നത്.